I once again welcome everyone into the marvelous presence of our Lord and Savior Jesus Christ. As usual, as we follow the pattern every week, I will be speaking both in Malayalam and also in English, because we have pastors and brothers who have joined from different parts of the world and they do not understand our local language, Malayalam. Praise God. And I would like to thank you once again for joining this meeting. The Bible study today is the 43rd Bible study from the book of Ephesians. As you know, we are studying from the chapter number 3 today, especially from chapter number 3, verse number from 14 to 21. And this is where we see the prayer of Saint Paul, who is praying for the believers in the in Ephesus church and in Ephesus. എഫെസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രി തുടർമാനമായി നടക്കുന്ന ഈ ബൈബിൾ സ്റ്റഡിയുടെ 43-ാമത്തെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം വിചിന്തനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് എഫേസ് ലേഖനത്തിലെ പൗലോസിന്റെ 2ാമത്തെ പ്രാർത്ഥനയുടെ ഭാഗങ്ങളാണ് നാം വിശകലനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി കൊണ്ട് ഈ പൗലോസിന്റെ 2ാമത്തെ പ്രാർത്ഥന മുഴുവനുമായിട്ട് നമുക്ക് വിശകലനം ചെയ്യുവാൻ കഴിയും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. തുടർന്നുള്ള ആഴ്ചകളിൽ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തീർക്കട്ടെ. ഈ ക്ലാസ്സിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഞാൻ ഓർക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്തവർക്ക് ഇന്ന് പഠിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ കുറെ കൂടെ വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. The book of Ephesians, or the epistle of Ephesians, is mainly focusing on the church of God. There are 2 epistles of Saint Paul that are talking about universal church of God, mostly about the universal church of God, at the same time about the local church of God in this world. എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവുമാണ് ദൈവസഭയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നതായ 2 ലേഖനങ്ങൾ. കൊലോസ്യ ലേഖനം യേശുക്രിസ്തു സഭയുടെ തല എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ, എഫേസ്യ ലേഖനം തലയാകുന്ന യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് വിവിധ നിലകളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 3-ാമത്തെ അധ്യായം എഫേസ്യ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് മർമ്മമായിരിക്കുന്ന ദൈവസഭ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. The 3rd chapter of the book of Ephesians is overall talking about the church being the mystery of God. That is a subject Paul is discussing in chapter number 3. So we have been discussing about chapter number 3 from verse number 1 to verse number 13 last week, and also we discussed about few things about verse number 14 also last week. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയും ചിലപ്പോഴൊക്കെ 14-ാമത്തെ വാക്യത്തെ ആസ്പദീകരിച്ചും നാം വിചിന്തനം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. 14-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മുട്ടുകുത്തുന്ന പ്രാർത്ഥിക്കുന്ന പൗലോസിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. In the 14th verse onwards we can see Paul, who is kneeling down in the presence of the heavenly Father, praying for the people in Ephesus. Praise God. Hallelujah. അപ്പോ പൗലോസിന്റെ praying posture അത് നമ്മൾ വിചിന്തനം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. Where in the world he is kneeling down? We also discussed that last week. I will tell you, he was in the Roman prison. The Roman prison, the floor of the Roman prison is made of the tablets of the stone. In the cold days, winter days, the floor which is made out of the tablets of stone will become cold as ice. So ice blocks.
and Paul is kneeling down on that floor to pray, raising his hands to heaven. He is praying for the people at Ephesus. റോമ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ആ കാരാഗ്രഹത്തിന്റെ തണുത്തുറഞ്ഞതായ കരിങ്കല്ലുകൊണ്ട് പാകിയതായ ആ ഫ്ലോറിൽ മുട്ടുകുത്തി ദൈവമക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, എഫെസോസിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. So Paul is following the praying posture example of Jesus Christ himself. യേശുക്രിസ്തു പ്രാർത്ഥിച്ച അതേ മാതൃക തന്നെയാണ് പൗലോസ് പ്രാർത്ഥനയിൽ ഉപയോഗിച്ചതായിട്ട്, ഈ പ്രാർത്ഥനയിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുക്രിസ്തു നമുക്കറിയാം ഗെത്സമന തോട്ടത്തിൽ കടന്നു എന്ന് പ്രാർത്ഥിച്ചത് മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നത്. അതേ രീതിയിലാണ് പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനം പറയുന്നു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ. ഇപ്പോൾ പ്രാർത്ഥനയുടെ രീതി പോലും യോഹന്നാനിൽ നിന്നോ അല്ലെങ്കിൽ പത്രോസിൽ നിന്നോ മറ്റു ശിഷ്യന്മാരിൽ നിന്നോ അല്ല പൗലോസ് പഠിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിങ്കിൽ നിന്ന് പഠിച്ചതായ പ്രാർത്ഥനാ രീതികളാണ് പൗലോസ് തന്റെ ജീവിതത്തിൽ അവലംബിച്ചിരുന്നതെന്ന് ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. Praise the Lord. So Paul is following the praying pattern and the posture of Jesus Christ himself as we read from 1 Corinthians chapter number 11 verse 23 onwards, whereupon he says, for I received from the Lord what I also passed on to you. Glory to God. Hallelujah. And now we can also see in verse number 15 of chapter number 3 of Ephesians that he is addressing the prayer to the Father in heaven. അത് ഈ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പൗലോസ് 3-ാം അധ്യായത്തിൽ 15-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ പിതാവിന്റെ സന്നിധിയിലാണ് എന്ത് ചെയ്യുന്നത്, മുട്ട് കുത്തുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ സ്വർഗീയ പിതാവിനോടാകണമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. എസ്പെഷ്യലി പ്രത്യേകിച്ച് മത്തായി സുവിശേഷത്തിലൊക്കെ യേശു കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ തന്നെ ഇതിന്റെ ആദ്യത്തെ വാക്കുകളിൽ പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന പിതാവായ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ വീണ്ടും മറന്നു പോകരുത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബട്ട് വി ആർ പ്രേയിങ് in the name of Jesus through the Holy Spirit. നാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തോടും സഹായത്തോടും കൂടെയാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. Here Paul is talking about a family in both heaven and on this earth, and that family has got the name which is given by the Father in heaven. Glory to God. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായി തീർന്ന പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. So we can see a family here on which God has given a name, with the name as Steve was singing and talking about the name above all other names. ലോകത്തിൽ ഏറ്റവും വലിയ നാമമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം ഈ കുടുംബത്തിന് കൊടുത്തിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. നമുക്കറിയാം, ഫിലിപ്പ് ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ച്. ദൈവം അതുകൊണ്ട് അവനെ ഏറ്റവും ഉയർത്തി സകല നാമങ്ങളിലും മേലായ നാമം നൽകി. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഒക്കെ ആ മുഴങ്കാലുകളൊക്കെ അവന്റെ മുമ്പിൽ എന്ത് ചെയ്യും, മടങ്ങും. എല്ലാ നാവും യേശു കർത്താവിന് പിതാവായ ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. അത്ര വലിയ നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. ആ നാമത്തിലാണ് ഇന്നും ഭൂമിയിൽ വിടുതലുകൾ നടക്കുന്നത്, അനുഗ്രഹങ്ങൾ നടക്കുന്നത്, പ്രാർത്ഥനയുടെ മറുപടികൾ നടക്കുന്നത്. ആ നാമമാണ് ഈ കുടുംബത്തിന് നൽകിയിരിക്കുന്ന നാമം. കൃപയാൽ
ആ നാമത്താൽ നാമകരണീയം ചെയ്യപ്പെട്ടതായ കുടുംബത്തിന്റെ ഭാഗമായി തീരുവാൻ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ച് അതിനകത്ത് നമ്മയും ചേർത്ത് വാർത്ത ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Praise God. Let us praise God that God the Father in heaven has also added all of us in that family on which God has imprinted the name of Jesus Christ. There is only one name in the whole world and in all the heavens. That is the name of Jesus Christ. In the name of Jesus, we receive the deliverances. We receive the answers of our prayers. So the name of Jesus, which has been given to the church, which is given to the family in which we are also being joined by the Father in heaven. So let us now get into the prayer itself. As I said before, this is the second prayer of Paul himself in this book of Ephesians. നമുക്കിനി ആ പ്രാർത്ഥനയിലേക്ക് വേഗത്തിലൊന്ന് കിടക്കാം. ഞാൻ പെട്ടെന്ന് സ്പീഡിലാണ് പോകുന്നതെന്ന് എനിക്കറിയാം. നിർത്തി ഒന്നുമല്ല പോകുന്നത്, കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ പോകുന്നത്, ക്ഷമിക്കണമല്ലോ. ഈ 16-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെയാണ് ഈ പ്രാർത്ഥന. അത് ഞാൻ ഒന്ന് വായിക്കാൻ പോവുകയാണ്. പ്രാർത്ഥന മലയാളത്തിൽ അതിങ്ങനെയാണ്. 16-ാമത്തെ വാക്യം തുടങ്ങുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടത്. അടുത്തത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും, തുടർന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകണം. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിങ്ങൾ എന്ത് ചെയ്യണം? നിറഞ്ഞു വരികയും വേണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ചില ദീർഘമേറിയ ഒരു പ്രാർത്ഥനയാണെങ്കിലും പെട്ടെന്ന് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിലാണ് എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. So this is the prayer we are going to talk about tonight from verse number 16 onward until verse number 23. Verse number 19, 16 to 19. And the prayer, in this prayer, Paul is actually praying for 5 different things for the people in Ephesus. When we say people in Ephesus, don't just imagine that they are the only ones who is going to be the recipient and of the blessings of God. We are also included in this prayer. And the people who are going to be born and born again in Jesus Christ, they are also being included in this prayer by Paul about 2000 years ago. Now, there are 5 different things that Paul is praying for. One is you are strengthened. You be strengthened by the Spirit in your inner being. Glory to God. ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം പൗലോസ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഒന്നാമത്തെ കാര്യം അതാണ്. And the second thing Paul is praying is that Christ may dwell in your hearts through faith. രണ്ടാമത്തെ കാര്യം പൗലോസ് പ്രാർത്ഥിക്കുന്നത് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. The third thing Paul is praying here is that you be rooted and established in love. മൂന്നാമത്തെ കാര്യം പറയുന്നത് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി തീരണം. The fourth thing Paul is praying is that you may have the power to grasp the width, length, height and the depth of love of Christ. നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിന് എത്രമാത്രം വീതി ഉണ്ടെന്ന്, നീളമുണ്ടെന്ന്, ഉയരമുണ്ടെന്ന്, ആഴമുണ്ടെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ നിങ്ങൾ ഗ്രഹിക്കണം. എന്ത് നല്ല കാര്യങ്ങളായി പറയുന്നതല്ലേ. Glory to God.
And the fifth and last thing Paul is praying in this prayer is that you may be filled to the measure of all the fullness of God. ദൈവത്തിന്റെ എല്ലാ നിറവോളം നിങ്ങൾ നിറഞ്ഞു വരണം എന്നും കൂടെയാണ് അഞ്ചാമത്തെ കാര്യമായിട്ട് പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. Glory to God. And these prayers, the 5-dimension prayer that Paul is praying, he is praying that all these 5 things must be answered by God according to God's glorious riches. ദൈവം തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം ഈ പറയപ്പെട്ട ആവശ്യങ്ങൾക്ക് എല്ലാം ഉത്തരം നൽകണം എന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യന്റെയും ഹിതം പോലെയല്ല, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനത്തിനനുസരിച്ച് ഈ വിഷയങ്ങൾക്കെല്ലാം മറുപടി ദൈവം നൽകണം. Glory to God. So we will also see another prayer, and we have already meditated upon that prayer from chapter number 1, verse from 16 to 19. And what was that prayer? That prayer, Paul asked for 4 different things. And those 4 different things were that the enlightenment of the eyes of their heart. And the second thing was that they will understand the hope of the calling. And the third thing that they will also know the privileges that they have in according to the riches of God. And the fourth thing, that they should know the greatness of the power of God for those who believe. 4 കാര്യങ്ങളാണ് ഒന്നാമത്തെ പ്രാർത്ഥനയിൽ 1-ാം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പ്രാർത്ഥിച്ചു. അത് ഏതൊക്കെയായിരുന്നു ഞാൻ പറയാം. 1, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. 2, വിളിയാനുള്ള ആശ മനസ്സിലാക്കണം. 3, വിശുദ്ധന്മാരിൽ ദൈവത്തിന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്തെന്ന് മനസ്സിലാക്കണം. 4, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇതെന്ന് ഗ്രഹിക്കണം. ഈ 4 കാര്യങ്ങളെ കുറിച്ചാണ് ഒന്നാമത്തെ പ്രാർത്ഥനയിൽ പൗലോസ് പ്രാർത്ഥിച്ചത്. പക്ഷെങ്കിൽ ഈ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നത് അകത്തെ മനുഷ്യനെ സംബന്ധിച്ചിട്ടാണ്. But in this prayer, chapter number 3, verse 16 to 19, Paul is praying all about the inner man, the spiritual man that is inside of every believer. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? Be strengthened through faith. Hallelujah. വിശ്വാസത്താൽ എന്ത് ചെയ്യണം? ശക്തരായി തീരണം. And second thing, be rooted and established. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി തീരണം. And third thing is, we understand how deep, wide, long and high is the love of God. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴവും വീതിയും നീളവും ഉയരവും എല്ലാം സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കണം. And അടുത്ത കാര്യം എന്താണ് പറഞ്ഞത്? ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരണം. Glory to God. So these are the 5 different things Paul is praying in this second prayer in the book of Ephesians. In fact, Paul wants the believers to more understand and grow in the love of God here in the second prayer. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ മഹിമാധനം എന്തെന്നും ശക്തി എന്തെന്നും വിളിയാലുള്ള ആശയം എന്തെന്നും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ, 2-ാം അധ്യായത്തിൽ ദൈവജനം കുറച്ചുകൂടെ വളർച്ച പ്രാപിക്കണം. എങ്ങനെ വളർച്ച പ്രാപിക്കണം? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. അതിന്റെ വീതി എന്തെന്നറിയണം, അതിന്റെ നീളവും ഉയരവും എന്തെന്നറിയണം. പിന്നെ അടുത്ത കാര്യം പറഞ്ഞത് വേരൂന്നണം. അടിസ്ഥാനം കുലുങ്ങാത്തതായി വിശ്വാസത്തിൽ അവൻ ശക്തരായി
നിലകൊള്ളണം എന്നാണ് രണ്ടാമത്തെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വന്നു. പ്രാർത്ഥന വാക്കുകൾ ചേഞ്ചായി. ഒന്നാമധ്യായത്തിലെ പ്രാർത്ഥന ഒരു ബേസിക് പ്രാർത്ഥനയായിട്ട് നമുക്ക് പരിഗണിച്ചാൽ, രണ്ടാമത്തെ പ്രാർത്ഥന മൂന്നാമധ്യായത്തിലെ പ്രാർത്ഥന വെറും ബേസിക് പ്രാർത്ഥനയല്ല, വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ആമേൻ ശക്തമായി വേരുകൾ ആഴ്ന്നിറങ്ങി അടിസ്ഥാനമുള്ളവരായി തീർന്നിട്ട് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ നിറവ് എത്രയുണ്ടോ അത്രമാത്രം നിറവിലേക്ക് വളർന്നു വരുവാൻ, വർദ്ധിച്ചു വരുവാൻ, നിറഞ്ഞു വരുവാൻ, ഇതൊക്കെയാണ് പൗലോസ് രണ്ടാമത്തെ പ്രാർത്ഥനയിൽ ആഗ്രഹിക്കുന്നത്. Glory to God. The second prayer is bit different from the first prayer. In the second prayer, Paul is praying that you not only be enlightened in the inner eyes of your heart, but you be rooted and established so that you are not weak anymore. You are stronger and stronger in your faith, and also you will also understand and grasp the depth and width and height and length of the love of God. It's not the power of God. This is the love of God. See, in our Christian life, we may first come across the power of God when we first see God. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ആ ശക്തിയാണ് നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ദൈവവചനത്തിന്റെ ശക്തിയുടെ പ്രസരണമാണ് ഒരുവന്റെ ബ്രെയിനിനകത്ത്, മസ്തിഷ്കത്തിനകത്തോട്ട് കയറി ചെന്നിട്ട് അവനെ രൂപാന്തരപ്പെടുത്തുന്നത്. എന്നാൽ ഒരുവൻ ദൈവ പൈതലായി തീർന്നു കഴിയുമ്പോൾ അവൻ ദൈവവചനത്തിന്റെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി വേരൂന്നി അടിസ്ഥാനമുള്ളവനായിട്ട്, അവൻ ആ വിശ്വാസത്തിൽ വർധനമുള്ളവനായിട്ട് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളെ ഗ്രഹിച്ചിട്ട് ദൈവത്തിന്റെ നിറവിനോളം നിറഞ്ഞു വരുന്നില്ല എങ്കിൽ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ശിശുവായിട്ട് തന്നെ ഇരിക്കുവാനായിട്ട് ഇടയാകും. പൗലോസ് അതാണ് പറയുന്നത്, ശിശുവായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഒന്നിനും അവകാശമില്ല. Praise God. So Paul in this prayer is praying that you be stronger. Don't continue as a baby Christian anymore. Once your eyes have been enlightened, once you know who God is, and you received Jesus Christ, and you got the salvation, the free gift of God, and you became the child of God by the grace of God. Now in the second prayer, Paul is praying, don't sit there as you were born, just like babies, but grow from there to the bottom of the love of God. Be rooted and established. Hallelujah. Glory to God. So there are 5 things that we are going to discuss. I know the time is going flying very fast. What was the first thing that we may be discussing today out of this 5 points prayer? ഈ 5 ഡയമെൻഷനിലുള്ള പ്രാർത്ഥനയിൽ നിന്ന് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. The first thing that we will be discussing tonight out of the 5 points prayer of Paul is that you be strengthened by the Spirit in your inner being. So Paul is looking at the inner man. Paul is not praying for any outer man needs, any physical needs, not any material needs. Paul is only praying for the needs of the inner man, the spiritual man. അകത്തെ മനുഷ്യന്റെ കാര്യമാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ആത്മാവിനാൽ ശക്തിയോടെ ബലപ്പെടണം. ശക്തിയോടെ എന്ത് ചെയ്യണം? ബലപ്പെടണം. That is the
first thing we will be discussing today. Hallelujah. So here Paul is praying in the first point that the strength would come through the Holy Spirit, and that strength will be put into their inner man. പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ആ ശക്തീകരണം വരികയുള്ളൂ. ആ ശക്തീകരണം അകത്തെ മനുഷ്യനിൽ ശക്തീകരിക്കുന്ന ആ ശക്തീകരണം പരിശുദ്ധാത്മാവിലൂടെയാണ് വരുന്നത്. Hallelujah. When we pray these days, we will be mostly praying for the outer man. Outer man. But Paul is not praying for the outer man. He is praying for the inner man. That's the difference in the prayer. Hallelujah. We understand the importance of this strength in our physical body. But even if a person is physically fit and strong in their outer man, it does not necessarily mean that the inner man is also strong. It is possible that inner man is so much weak, but the outer man is so strong and fit. പുറത്തെ മനുഷ്യൻ വളരെ സ്ട്രോങ് ആയിരിക്കാം, പുറത്തെ മനുഷ്യൻ വളരെ ഫിറ്റ് ആയിരിക്കാം, രോഗമില്ലാത്ത ആരോഗ്യമുള്ള ഒരു ശരീരമായിരിക്കാം, പുറത്തെ മനുഷ്യന് ഒന്നിനും കുറവില്ലാത്ത മനുഷ്യനായിരിക്കാം. ഇതെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അകത്തെ മനുഷ്യൻ ശക്തനാകണമെന്ന് നിർബന്ധമില്ല. Hallelujah. Glory to God. പുറത്തെ മനുഷ്യൻ ശക്തനായിരിക്കണം, അതുപോലെ തന്നെ അകത്തെ മനുഷ്യനും ശക്തനായിരിക്കണം. ഇപ്പൊ പൗലോസ് പ്രാർത്ഥിക്കുന്ന അകത്തെ മനുഷ്യൻ ശക്തനാകണം. See, I can tell you from my personal experience, because I have traveled a lot in all different countries and I've seen many different cultures of the people, especially Christians from different cultural backgrounds, and I've seen them worshiping. When they worship God, they use their bodies much. A lot of the people, they clap hands, very good things. Some people, they dance when they worship God. They shout loudly. These are all very good things. We must use our bodies to please God, to worship God. We must use our sound that God has given us. When we can clap, we should clap God, clap for God. Hallelujah. When we can shout hallelujah in a louder voice, we must do that. All good things. All good things. Hallelujah. But what is more important? What is more important is to strengthen our inner man. Glory to God. Hallelujah. Even if I am clapping, even if I am shouting hallelujah, even if I am dancing and cheering up everybody in the worship, and after the worship my inner man is weak, that's not good. Hallelujah. പല കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പ്രിയപ്പെട്ടവർ, അവരുടെ ആരാധനയിലും ആ കൾച്ചറൽ ഇൻഫ്ലുവൻസുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ ആരാധിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്തിട്ടാണ് ആരാധിക്കുന്നത്. അവർ ചുവടുകൾ വെച്ചിട്ട് ആരാധിക്കുന്നുണ്ട്. നമ്മുടെ മലയാളികൾ കരമടിച്ചിട്ടാണ് ആരാധിക്കുന്നത്. ഷൗട്ട് ചെയ്ത് ഹല്ലേലൂയ ഗ്ലോറി ഒക്കെ പറഞ്ഞ് അന്യഭാഷ പറഞ്ഞ് നമ്മൾ ആരാധിക്കാറുണ്ട്. നല്ല നല്ല കാര്യങ്ങളാണ്. വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ളതുകൊണ്ട് വിവിധ നിലവാരങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നവരെ കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ശരീരം ഉപയോഗിക്കണം, സൗണ്ട് ഉപയോഗിക്കണം, കരങ്ങൾ അടിക്കണം, ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലഹീനായിരുന്നാലോ, നമ്മുടെ അകത്തെ മനുഷ്യൻ വിശ്വാസത്തിലും വേരുന്ന കാര്യത്തിലും സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന കാര്യത്തിലും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുന്ന കാര്യത്തിലുമൊക്കെ നമ്മുടെ അകത്തെ മനുഷ്യൻ അശക്തനായിരുന്നാലോ, അത് ശരിയല്ലല്ലോ. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. Glory to God. Hallelujah. Amen. So what is more important here?
what is more important for a Christian is to strengthen the inner man. And that is the first point of Paul's prayer. പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പോയിന്റ്, അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം എന്നുള്ളതാണ്. Glory to God. Inner man must be strengthened with the might through the Spirit of God. ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ കൈകൊട്ടും, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ ഷൗട്ട് ചെയ്യും, എല്ലാം നല്ല കാര്യമാണെങ്കിൽ തന്നെയും നമ്മുടെ അകത്തെ മനുഷ്യൻ ആത്മാവിലും വചനത്തിലും ഒന്നും വളർച്ച പ്രാപിച്ച് ശക്തനായിത്തീരുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരുന്നില്ല. നമ്മുടെ ആത്മീയ ജീവിതം ശോഷിച്ച് ആരോഗ്യമില്ലാത്തതായി തീരുന്നു. അതുകൊണ്ട് നമുക്ക് ആവശ്യം അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ആത്മാവിൽ ശക്തിയോടെ ബലപ്പെടണം എന്നുള്ളതാണ്. Glory to God. And the second thing I may not be able to finish today. The second thing, a second prayer point that Paul is praying today is that Christ may dwell in your hearts through faith. രണ്ടാമത്തെ കാര്യം പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയിൽ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? വസിക്കണം. വിശ്വാസത്താൽ മാത്രമേ ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ കഴിയത്തുള്ളൂ. It's only possible to dwell in our heart for Christ is only possible through faith. No physical dwelling. Hallelujah. Paul asked that Jesus would live in these believers by faith. Hallelujah. Glory to God. John chapter 14 verse 23, we see that Jesus promised that I will be with you. And that according to that promise, Jesus will dwell and live inside of each believer. Hallelujah. Jesus said, if anyone loves me, he will keep my commandments, and we will come to him and make our home with him. That's what we read in John chapter 14 verse 23. Jesus would come and dwell inside of us. Glory to God. Hallelujah. Glory to Jesus. So dwell means permanently living inside of us. So we can be strengthened only when Jesus is dwelling inside of us. നാം ശക്തരായി തീരണമെങ്കിൽ യേശുക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. യേശുക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? 1 Corinthians 3:16. 1 Corinthians chapter 3 verse 16 says, don't you know that you are the living temple of God and the Spirit of God dwells inside of you? So we must know that we must grow. How we can grow in faith? We can only grow when Jesus Christ is dwelling inside of us. Glory to God. We can only be strong when Jesus is dwelling inside of us. Hallelujah. When Jesus is dwelling inside of us, we are getting the strength to resist anything against God within ourselves. യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നാം ശക്തരായി തീരും. എന്തിനു വേണ്ടി? ദൈവിക ചിന്തകളിൽ നിന്ന്, ദൈവിക അടിസ്ഥാനങ്ങളിൽ നിന്ന്, ദൈവകൃപയിൽ നിന്ന് നമ്മെ അന്യപ്പെടുത്തി കളയുന്ന എല്ലാത്തിനെയും റെസിസ്റ്റ് ചെയ്യുവാൻ, എതിർത്തു നിൽക്കുവാനുള്ള ശക്തി ഒരു ദൈവത്തിൽ കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? When Jesus Christ dwells inside of us. So
So Christ may dwell in your hearts through faith. We will discuss about this prayer point with more details in the next week. അടുത്ത ആഴ്ചയിൽ ഈ വിഷയത്തെ കുറിച്ച് അല്പം കൂടെ നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ പരിമിതപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. I would like to close today's session because we are almost going to finish with the time. So what we have learned, we learned about the prayer. The prayer of Paul. He is praying for the people at Ephesus and also at large, all of us in the world, that we be strengthened within us, in our inner man, through His Spirit. Glory to God. Can we close our eyes tonight? Can we pray that God will strengthen us? It is not only about our physical person. It is not only about our outer person. We may be praying and spending more time in prayer for our outer man. But Paul is praying for the inner man. Hallelujah. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയില്ലെങ്കിൽ പുറത്തെ മനുഷ്യൻ എത്ര ശക്തി പ്രാപിച്ചിട്ടും ഒരു കാര്യവുമില്ല. ഇത് രാത്രിയിൽ ദൈവത്തിന്റെ പൈതലെ നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുക എന്നുള്ളതാണ്.